കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഇന്ന് സർവൈശ്വര്യ പൂജയും ഹോമവും നടന്നു. വ്രതശുദ്ധിയോടെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൂജകളിൽ പങ്കെടുത്തത്. ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കർമ്മസ്ഥാനത്ത് എല്ലാ മാസത്തെയും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ദേവി ആദിപരാശക്തിയുടെ അനുഗ്രഹം ലഭിക്കാനായി സർവൈശ്വര്യ പൂജ നടത്തുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് പൂജകൾക്ക് എത്തുന്നത്. രാവിലെ 10 മണിയോടെയാണ് പൂജകൾക്ക് തുടക്കമായത്. കർമ്മസ്ഥാനത്തു നിന്നും ദേവിയെ പൂജാമണ്ഡപത്തിലേക്ക് തുടർന്ന് എഴുന്നള്ളിച്ചു. ആചാര്യൻ പൂജയ്ക്ക് മുന്നോടിയായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൃശ്ചിക വ്രതാരംഭത്തിന് ഭക്തജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു പ്രഭാഷണം. ആരോഗ്യത്തെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ധനത്തെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം. മഹാലക്ഷ്മിയെ കൊണ്ടുവരാം. എന്തുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ. എന്നാൽ ധനമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും പറ്റത്തില്ല. മഹാലക്ഷ്മിയെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ള ഒരു പ്രധാന കാലഘട്ടത്തിൻ്റെ തുടക്കം നമുക്ക് നാളെ സമാഗതമായിരിക്കാം. ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, കണ്ടായിരുന്ന ആൾക്കാരെ ഉണ്ടല്ലോ. ആരൊക്കെ കണ്ട വീഡിയോ? ഒരുപ്പെട്ടവർ കണ്ടു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് മണ്ഡല കാലം നമുക്ക് വന്ന് നമ്മുടെ ഇന്നുമാര് മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾക്കുള്ള ഫൈനൽ ക്രമീകരണങ്ങൾ വ്രതശുദ്ധിയോടുകൂടി ഉള്ള ഓരോ പുണ്യദിനം നാളെ പിറക്കുകയാണ്. നാളെ എന്ന ദിവസമാണ്? വൃശ്ചിക മാസം 1-ാം തീയതി. ശരണവേദ മന്ത്രങ്ങളുടെയും നാമജപങ്ങളുടെയും കൂട്ടമായ പ്രാർത്ഥനയുടെയും ഫലസിദ്ധിയാൽ നമുക്കൊരാൾക്ക് മാത്രമാണ് സമസ്തോ സുഖിനോ ഭവന്തു, ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ഒപ്പം നമുക്കും ലോകത്തിൻ്റെ ഒരു കോണിലെ ഒരു പുൽച്ചെടിയായിട്ട് ചെറിയ 2 തരമുള്ള ചെറിയ പുൽച്ചെടിയായിട്ട് മാത്രമേ നമ്മൾ ഒരു മനുഷ്യരാകുന്നുള്ളൂ. നമ്മളെ കൂട്ടമായ പ്രാർത്ഥനയുടെ ഫലം ആരോടുത്തിലെ ഉണ്ടാവണം. അല്ലെ നമുക്ക് രോഗാതി. തുടർന്ന് പൂജ തുടങ്ങി. ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ദേവിക്ക് മുമ്പിൽ സമർപ്പിച്ചു. തുടർന്ന് നിലവിളക്കിലും പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 12:30 ദേവിക്ക് വിവിധ അഭിഷേകങ്ങളും തുടർന്ന് നീരാട്ടും നടത്തി. ഉച്ചപൂജയോടെ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.